Hi, welcome all. In this part, we are going to discussing how to use the verbs like is, am, are, was, were, will, be. അതായത് ഒരു സെൻറ്റൻസിൽ ഈസ് ആം ആർ വാസ് വർ വിൽ ബി അക്കോർഡിംഗ് ടു ടെൻസസ്, അതായത് ടെൻസസ് ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഈ വേർബ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് നോക്കാം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെൻസാണ്, അതായത് ഇപ്പോൾ നിലവിലുള്ള ടെൻസിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വി യൂസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്, അതായത് ഒരു വേർബിൻ്റെ ആദ്യ ഫോമാണ് നമ്മളോട് യൂസ് ചെയ്യുക, അതായത് V1 ഫോമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. സോ ഈസ് ആം ആർ എന്ന് പറയുന്ന വേർബ്സ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ, അതായത് ഞാനൊരു ടീച്ചറാണ്. അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഓക്സിലറി വെർബാണ് ആം എന്ന് പറയുന്നത്, അല്ലേ? ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡോക്ടർ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം വെരി ഹാപ്പി. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഓക്സിലറി വെർബായിട്ട് പ്രസൻറ്റ് ടെൻസിൽ കൊടുക്കുന്നത് ആം ആണ്. ദെൻ ലുക്ക് ഓൺ ദ സെക്കൻഡ് എക്സാമ്പിൾ, ഹി ഈസ് എ ടീച്ചർ, അതായത് അവനൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഹി ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ ഡാൻസർ, അവളൊരു ഡാൻസറാണ്. അപ്പം ഷീ അതെന്താണ്, സിംഗിൾ ആണ്, അല്ലേ? ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരൊറ്റ ആളേ ഉള്ളൂ. സോ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യും, ഈസ് എന്ന വേർബ് യൂസ് ചെയ്യും. ദെൻ ലുക്ക് ഓൺ ദ തേർഡ് എക്സാമ്പിൾ, ദേ ആർ ടീച്ചേഴ്സ്, അവർ ടീച്ചേഴ്സ് ആണ്. അപ്പം ദേ എന്ന് പറയുമ്പം അവർ അതെന്താണ്, സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്? പ്ലൂറൽ ആണ്, അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? അതിൻ്റെ കൂടെ നമ്മൾ ഓക്സിലറി വെർബായിട്ട് ആം എന്നും, ഹീൻ്റെ കൂടെ ഷീൻ്റെ കൂടെ ഈസ് എന്നും, ദേ അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള വി ലൈക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആർ എന്നും യൂസ് ചെയ്യും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഈസ്, ആം, ആർ. സിംഗുലറിൻ്റെ കൂടെ ഈസ്, പ്ലൂറലിൻ്റെ കൂടെ ആറ്, ഐ സബ്ജക്റ്റിൻ്റെ കൂടെ ആം. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. Then we are going to discussing what is simple past tense. അതായത് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് കഴിഞ്ഞു പോയ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഫോം ഓഫ് വേർബാണ്, അതായത് V2 ഫോം. ഈ ഒരു ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ്, വേർ എന്ന് പറയുന്ന ഓക്സിലറി വേർബ്സ് ആണ്. Then look on the first example, I was a teacher, അതായത് ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പം ആയിരുന്നു മറ്റേ ഭാഗത്ത് സിമ്പിൾ പ്രസൻ്റ് ആയ സമയത്ത് ആണ് എന്നായിരുന്നു. പക്ഷെ അവിടെ ആയിരുന്നു, അതായത് കഴിഞ്ഞു പോയതാണ്, അല്ലേ? അതായത് കഴിഞ്ഞതാണ്. അപ്പം ആയിരുന്നു. സോ വാസ് എന്ന് പറയുന്ന വേർബാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഹി വാസ് എ ടീച്ചർ, അതിൻ്റെ മീനിങ് അവനൊരു ടീച്ചറായിരുന്നു. അപ്പം അവിടെ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്. ഹി സിംഗുലർ ആണ്. സോ നമ്മളോട് ഓക്സിലറി വെർബായിട്ട് വാസ് ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ തേർഡ് എക്സാമ്പിൾ, ദേ വേർ ടീച്ചേഴ്സ്, അവർ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പം ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അവർ എന്നാണ്. സോ എന്താണ്, പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളോട് യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് വേർ ആണ്. അപ്പം ഈ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് വാസ്, വേർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബും, ഹി എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്, സോ നമ്മൾ വാസ് എന്ന് കൊടുക്കും. അതുപോലെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്, സോ നമ്മൾ വാസ് എന്ന് കൊടുക്കും. രാജു വാസ്, രാധ വാസ്, അതൊക്കെ സിംഗുലർ ആണ്, സോ നമ്മൾ എന്ത് കൊടുക്കും, വാസ് എന്ന് കൊടുക്കും. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ വേർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്സ് കൊടുക്കുന്നത്. So from here we notice that in simple past tense we are using the auxiliary verbs as was and were. Was എന്ന് പറയുന്ന verbs സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും were എന്ന് പറയുന്ന verbs പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കി. Then look on the third tense, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവി കാലം. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബാണ് വിൽ ബി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്യുന്നത്. വി യൂസ് വിൽ ബി
പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ്. അതായത് V1 വേർബ്സ് ആണ് വിൽ ബീൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ഫോമും, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ഫോം, ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ V3 ഫോം. Then look on the first example. I will be a teacher. ഞാനൊരു ടീച്ചറാകും. Then second example. He will be a teacher. അവനൊരു ടീച്ചറാകും. Then third example. They will be teachers. അവർ ടീച്ചറാകും. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ ബി എന്ന് പറയുന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So from this part we are discussing about is, am, are, was, were, will and how they use in a sentences. നമ്മൾ is, am, are, was, were, will, be പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. So guys, I hope you get it. Thank you for watching. Please like, share, subscribe.